ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ അൺട്രേഡ് എന്ന ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ബോട്ടിനെ കുറിച്ചാണ്. കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ട്രേഡ് വിത്ത് അൺട്രേഡ്. നിരവധി ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഒരാഴ്ച എന്ത് വരുമാനം കിട്ടും, ഒരു മാസത്തിൽ എന്ത് വരുമാനം കിട്ടും? ഇത് ഒരു ROI പ്ലാൻ അല്ല, ഇത് 100% ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ടീം നടത്തുന്ന ഒരു ട്രേഡിംഗ് ബോട്ടാണിത്. അപ്പോൾ ഈ ഒരു ബോട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അൺട്രേഡിന്റെ ഡിസ്ക്ലൈമറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും റീഡ് ചെയ്ത് മനസ്സിലാക്കണം. ഇൻട്രൊഡ്യൂസിങ് യു ടു അൺട്രേഡ്. അൺട്രേഡ് എന്തൊക്കെയാണ്? ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സൊല്യൂഷൻ, ഇന്റർനാഷണലി പാർട്ട്നേർഡ് പ്ലാറ്റ്ഫോം, സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് ലാർജ് ഇൻവെസ്റ്റേഴ്സ്. ചെറിയ ഇൻവെസ്റ്റേഴ്സിനും വലിയ ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. വി ആർ ഒഫീഷ്യൽ ബൈനാൻസ് ബ്രോക്കർ. വാട്ട് ഡു വി ഓഫർ? എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? എക്സ്പേർട്ട് ബാക്ക്ഡ് ട്രേഡിംഗ് പ്രോഗ്രാമിൽ പറയുന്നത്, ഇവിടെ ഒന്നാമത് പറയുന്ന കാര്യമാണ് അഡ്വാൻസ്ഡ് ആൾഗോ ട്രേഡിംഗ്. അഡ്വാൻസ് ആയിട്ടുള്ള ആൾഗോ ട്രേഡിംഗ് ആണ്. നിരവധി ആളുകൾ റൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് നടത്തി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്ക് പബ്ലിക്കിന് വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. സീംലെസ് ഇന്റഗ്രേഷൻ വിത്ത് മേജർ എക്സ്ചേഞ്ചസ്. നിരവധി എക്സ്ചേഞ്ചുകളിലേക്കും ഇത് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. ലോസ് റിക്കവറി വിത്ത് ഡെൽറ്റ. ഒരു കമ്പനിയും, ഈ ലോകത്ത് ഒരു കമ്പനി ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പ്രോഗ്രാമാണ് ലോസ് റിക്കവറി വിത്ത് ഡെൽറ്റ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു ട്രേഡിൽ ലോസ് പറ്റുന്നു ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിംഗ് എന്നത് ലോസും പ്രോഫിറ്റും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ബോട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമൻ ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രേഡിംഗ് എല്ലാം ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ആൽഗോരിതംസ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ച് അത് ട്രേഡ് ഓട്ടോമേറ്റഡ് ആയിട്ട് എടുക്കും. നമുക്കിവിടെ മാനുവലി ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഇതിന്റെ API ഒക്കെ ബൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഈ ബോട്ട് ട്രേഡ് ചെയ്യും. നമ്മളൊരു തേർഡ് പാർട്ടിക്ക് ഫണ്ട് കൊടുക്കേണ്ടതില്ല. നമ്മുടെ സ്വന്തം ബൈനാൻസിന്റെ അക്കൗണ്ടിൽ മാത്രം നമുക്ക് ഫണ്ട് കീപ്പ് ചെയ്താൽ മാത്രം മതി. ലോസ് റിക്കവറി എന്ന് പറയുന്നത്, നമുക്കൊരു ട്രേഡിൽ ലോസ് പറ്റിയെങ്കിൽ നമുക്ക് കമ്പനിക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് പ്രോഫിറ്റിന്റെ 30% അവർക്ക് കൊടുക്കേണ്ടതാണ്. നമുക്കൊരു ലോസ് പറ്റുകയാണെങ്കിൽ കമ്പനി ഒരു ഫീസ് ഈടാക്കുന്നതല്ല. തന്നെയുമല്ല, നമ്മുടെ ഈ ലോസ് ആയ എമൗണ്ട് റിക്കവർ ആകുന്നത് വരെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു പൈസ പോലും കമ്പനി മേടിക്കത്തില്ല. അങ്ങനെയാണ് ഡെൽറ്റ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റന്റ് വിഡ്രോവൽ. ഇൻസ്റ്റന്റ് വിഡ്രോവൽ എന്ന് പറയുന്നത് ഫ്യൂവൽ മണിയായിട്ട് ആഡ് ചെയ്യുന്ന പൈസ വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം. നമ്മൾ ഇതിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമ്മുടെ വാലറ്റിലേക്ക് അഫിലിയേറ്റ് കമ്മീഷൻ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും വിഡ്രോ ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഏത് വാലറ്റിലേക്കാണ് വിഡ്രോ ചെയ്യുന്നത് ആ വാലറ്റിൽ എത്തുന്നതുമാണ്. ദ പാത്ത് ടു ആൽഗോരിതമിക് മാസ്റ്ററി. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അൺട്രേഡ് പാർട്ട്നേർഡ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ കോർ എക്സലൻസ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പേർട്ട് വെറ്റിംഗ്, ടെക്നിക്കൽ പ്രെസിഷൻ. ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം, അതിന് വെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാം പബ്ലിക്കിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? കോഡ്, ബാക്ക് ടെസ്റ്റിംഗ്, ഫ്രണ്ട് റം സിമുലേഷൻ, ഫ്രണ്ട് റം വിത്ത് $10,000 ഫണ്ട്, അതുപോലെ തന്നെ കോഹറൻസ്, മാച്ചിങ്, ഇൻവെസ്റ്റർ എക്സ്പ്ലോഷർ. ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റേജുകളൊക്കെ കടന്നതിന് ശേഷമാണ് പബ്ലിക്കിലേക്ക് ഈ ബോട്ടിനെ അവര് തന്നിട്ടുള്ളത്. ഇവിടെ പല സ്ട്രാറ്റജികളുണ്ട്. ഇത് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഇവിടെ ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗയിൽ തന്നെ 1x 2x 3x എന്നുണ്ട്. ഇതായത് 1x ലിവറേജ് എടുക്കുന്നു, 2x ലിവറേജ് എടുക്കുന്നു, 3x ലിവറേജ്. നമ്മുടെ എത്ര മാത്രമാണ് ഇതിന്റെ റിസ്ക് ഫാക്ടർ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഡിപ്പെൻഡ് നമ്മൾ ലീവറേജ് എടുക്കുന്നത്. ഇവിടെ പറയുന്നത് ക്രൂയിസ് കൺട്രോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ 100% ട്രാൻസ്പെറന്റ് പ്രോഗ്രാം ആണ്. ഇത് 4 വർഷത്തെ ബാക്ക് ടെസ്റ്റ് നടത്തിയതിന്റെ ഡാറ്റയാണിത്. 100% ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡാറ്റയാണിത്. 4 വർഷം എന്ന് പറയുന്നത് 18 ക്വാർട്ടറുകളാണ് 4 വർഷത്തിലുള്ളത്. അതിൽ 16 ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. $10,000 ട്രേഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ 4 വർഷം കൊണ്ട് ലഭിച്ച എത്ര പെർസെന്റേജ് ആണ് ROI? 4 വർഷത്തെ റിട്ടേൺ ആണ് ഈ കാണിക്കുന്നത്. 3491.92% പ്രോഫിറ്റ് ആണ്. അത് ഡോളർ വാല്യൂ നോക്കുക. $3,55,192 ഇവിടെ പ്രോഫിറ്റ് ആണ്. 1x ലിവറേജ് എടുത്തിട്ടുള്ളവർക്ക് പോലും, അതായത് റിസ്ക് വളരെ കുറച്ച് മാത്രം മതിയെങ്കിൽ പോലും നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% ഈ ഒരു പ്രോഗ്രാം വളരെ സ്യൂട്ടബിൾ ആയിട്ട് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. BTCയിൽ മാത്രമാണ് ഇവിടെ ട്രേഡ് നടക്കുന്നത്. ഫ്യൂച്ചറിലാണ് ട്രേഡ് നടക്കുന്നത്. എത്ര ദിവസമാണ് ഇതിന്റെ ടൈം റിക്കവറി എന്നും വിന്നിംഗ് ട്രേഡ് എത്രയാണ്, ലൂസിംഗ് ട്രേഡ് എത്രയാണ് എന്നെല്ലാ കാര്യങ്ങളും ഇതിന്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ PDF-കളിലും
നിങ്ങൾക്ക് കാണാൻ പറ്റും. കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ 18 ക്വാർട്ടറുകളിലെ ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 18 ക്വാർട്ടറിലെ 2 ക്വാർട്ടറുകളിൽ മാത്രമാണ് ലോസ് പറ്റിയത്. ബാക്കി 16 ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒമേഗ 2x നമുക്ക് കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ പറ്റും എങ്കിൽ നമ്മൾ 2x ലിവറേജ് എടുക്കുന്നു. ലിവറേജ് എടുത്ത് അങ്ങനത്തെ ഡാറ്റയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. $10,000 4 വർഷം മുമ്പ് ഇതിന്റെ ബാക്ക് ടെസ്റ്റ് നടത്തിയതിലൂടെ കിട്ടിയ പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 61,234% പ്രോഫിറ്റ് ആണ് 4 വർഷത്തെ. നമ്മൾ 1-2 മാസത്തെയോ അല്ലെങ്കിൽ 3 മാസത്തെയോ 4 മാസത്തെയോ ഡാറ്റ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആകും. നമ്മൾ അങ്ങനല്ല, ഒരു ലോങ് ടേം വിഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നല്ല വിജയം നേടാൻ പറ്റും. ഇവിടെ വിന്നിംഗ് ട്രേഡ് എത്രയാണ്, ലൂസിംഗ് ട്രേഡ് എത്രയാണ്, എല്ലാ ഡാറ്റയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിന്റെയും കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക, 2 ക്വാർട്ടറുകളിൽ മാത്രമാണ് ഇവിടെ ലോസ് പറ്റിയിട്ടുള്ളത്. ഒമേഗ 3x നമുക്ക് കൂടുതൽ ലിവറേജ് എടുക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ റിസ്ക്കും ഉണ്ട്. ഇവിടെ റിസ്ക് റൈഡർ എന്നാണ് ഇത് പറയുന്നത്. ഇതും 4 വർഷത്തെ ബാക്ക് ടെസ്റ്റ് എടുത്തിരിക്കുന്ന ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നോക്കുക, 6,263% പ്രോഫിറ്റ് ആണ്. ഇത്തരം ഒരു ഡാറ്റ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം വിഷൻ ആണ് നിങ്ങൾ നോക്കുന്നത്. ഷോർട്ട് ടേം നോക്കുന്നവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. നിങ്ങളൊരു ലോങ് വിഷൻ ആണ്, 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ അങ്ങനെയുള്ള ഒരു ലോങ് ടൈം വിഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസയെ കൂടുതൽ മൾട്ടിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മളൊരു തേർഡ് പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നില്ല, നമ്മുടെ വാലറ്റിൽ തന്നെയാണ് ഫണ്ട് ഇവിടെ ഇടുന്നത്. ഇതിന്റെയും 100% ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. ഇതിന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ പോലും ഇവിടെയും 2 ക്വാർട്ടറുകളിലാണ് ഇതിലും ലോസ് പറ്റിയിട്ടുള്ളത്. ഇനി ബാർസ് 1x ഉണ്ട്, ബാർസ് 2x ഉണ്ട്, ബാർസ് 3x ഉണ്ട്. ഇതും ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് 4 വർഷം മുതൽ 18 ക്വാർട്ടറുകളിൽ 14 ക്വാർട്ടറുകളിൽ പ്രോഫിറ്റ് ആണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. 4 ക്വാർട്ടറുകളിൽ ലോസ് പറ്റി, അതിനെക്കുറിച്ച് ഇവിടെ കറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ 1x എടുത്തിട്ടുള്ളവർക്ക് പോലും ഇവിടെ 6,554% പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. $10,000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്കാണെങ്കിൽ എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പറഞ്ഞിരിക്കുന്ന എല്ലാ വിന്നിംഗ് ട്രേഡ് എത്രയാണ്, ലൂസിംഗ് ട്രേഡ് എത്രയാണ്, എല്ലാ ഡാറ്റയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിലും പറഞ്ഞിട്ടുണ്ട് 4 ക്വാർട്ടറുകളിലാണ് ഇവിടെ ലോസ് പറ്റിയിട്ടുള്ളത്. ബാക്കി എല്ലാം പ്രോഫിറ്റ് ആണ്. 18ൽ 14 ക്വാർട്ടറുകളിലും പ്രോഫിറ്റ് ആണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാർസ് 2x എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ലീവറേജ് എടുക്കുന്ന അക്കോർഡിംഗ്ലി ആണ് നമ്മൾ ഓരോ 1x 2x 3xനെ കൗണ്ട് ചെയ്യുന്നത്. ഇവിടെ $10,000 ഡാറ്റ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 4 വർഷം കൊണ്ട് 88,335% പ്രോഫിറ്റ്. ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണിത്. ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രീ ലോഞ്ചും ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. 2025 ഏപ്രിൽ മാസത്തിലും മറ്റുമാണ് ഇതിന്റെ പ്രീ ലോഞ്ച് വരാൻ പോകുന്നത്. അതുപോലെ ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് പോലും അടുത്ത 2025 ജൂൺ മാസത്തിലാണ് ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് പോലും വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇനി വരുന്ന സമയങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 2xന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ പറഞ്ഞിട്ടുണ്ട് 4 ക്വാർട്ടറുകളിൽ ഇവിടെ ലോസ് ഉണ്ട്. ഇവിടെ ബാക്കിയുള്ള 14 ക്വാർട്ടറുകളിൽ ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ബാർസ് 3x ഇത് റിസ്ക് കൂടുതലുള്ളതാണ് എങ്കിൽ പോലും എത്രമാത്രം ലാഭമാണ്, 4,36,566% പ്രോഫിറ്റ്. ഒരു ബിസിനസ്സിലും ലഭിക്കാത്ത പ്രോഫിറ്റ് ആണ് ഇവിടെ. നിങ്ങൾ ഏതൊരു ട്രഡീഷണൽ ബിസിനസ്സിൽ പോയിക്കോട്ടെ, നിങ്ങൾ എന്ത് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ലിക്വിഡേഷൻ ആവും. ഇവിടെ ഒരു ലിക്വിഡേഷൻ ആവുന്ന ഒരു പ്രോഗ്രാം ഇവിടെ ഇല്ല. ഇത് 100% ജെന്യൂൻ ടീം നടത്തുന്ന, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IITians നടത്തുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവരുടെ PDF-ലും ഇവരുടെ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. ബാർസിന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക് 3xന്റെ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 4 ക്വാർട്ടറിൽ ലോസ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ ക്വാർട്ടറുകളിലും ഭയങ്കര ലാഭമാണ് ഇവിടെ നേടിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് തരംഗ് എന്ന് പറയുന്നത്. തരംഗിലും 1x 2x 3x ഉണ്ട്. ഇവിടെയും 4 വർഷം മുമ്പ് $10,000 ഡാറ്റ ചെയ്തു. അപ്പൊ 19 ക്വാർട്ടറുകളാണ് ഇവിടെ കൗണ്ട് ആയിട്ടുള്ളത്. അതിൽ 15 ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ്. ഈ 15 ക്വാർട്ടറുകളിൽ പ്രോഫിറ്റ് ആണ്. 4 ക്വാർട്ടറിൽ ഇവിടെയും ലോസ് പറ്റിയിട്ടുണ്ട്. 1x ലിവറേജ് എടുത്തിട്ട് പോലും 2060% പ്രോഫിറ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ റിസ്ക് മനസ്സിലാക്കി 1x എടുക്കുക. 1x എടുത്തെങ്കിൽ പോലും 2060% പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പൈസ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാതെ സ്വന്തം വാലറ്റിൽ തന്നെ ഫണ്ടിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ നോക്കിയാൽ പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും 4 ക്വാർട്ടറുകളിൽ ഇവിടെ ലോസ് ഉണ്ട്. അതാണ് പറയുന്നത് 100% ട്രാൻസ്പെറന്റ് പ്രോഗ്രാം ആണ്. അല്ലാതെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഇത്ര പറ്റും അങ്ങനെയല്ല. നിങ്ങളൊരു ലോങ് വിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. തരംഗിന്റെ തന്നെ 2x ലിവറേജിൽ നോക്കുക. ഇവിടെ
ഇവിടെയും 18 ക്വാർട്ടറിലൂടെ കൗണ്ട് ചെയ്യപ്പെട്ടു. അതിൽ 16 ക്വാർട്ടറുകളിലൂടെ പ്രോഫിറ്റ് ആണ്. വെറും 2 ക്വാർട്ടറുകളിലാണ് ഇവിടെ ലോസ് പറ്റിയിട്ടുള്ളത്. നോക്കുക, 4 വർഷത്തെ ഡാറ്റ ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ 15,170% 4 വർഷത്തെ ROI കോമ്പൗണ്ടഡ് ആണിത്. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല, ആ ഫണ്ടിനെ വീണ്ടും യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഡാറ്റയാണ് ഇത് പറയുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ തരംഗ് 2x കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക, 4 ക്വാർട്ടറുകളിൽ ഇവിടെ ലോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയും തരംഗ് 3x ആണെങ്കിൽ $10,000 ട്രേഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. 4 വർഷം കൊണ്ട് കിട്ടുന്ന 56,200% പ്രോഫിറ്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വളരെ വലിയ പ്രോഫിറ്റ് ആണ് ഇവിടെ ഈ ഒരു ട്രേഡിംഗ് ബോട്ട് നമുക്ക് വേണ്ടി ഒരുക്കി നൽകുന്നത്. ഇവന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിന്നിംഗ് ട്രേഡ് എത്ര, ലോസിംഗ് ട്രേഡ് എത്രയാണ്, അതിന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക. 1, 2, 3, 4, 5 ക്വാർട്ടറുകളിൽ ഇവിടെ ലോസ് പറ്റിയിട്ടുണ്ട്. 3x ആണ് തരംഗ് 3x. കമ്പനി പുതിയൊരു ഡാറ്റ കൊണ്ടുവരിക്കുന്നത് എന്താണ്, നമുക്ക് ഒരേ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ആദ്യ സമയങ്ങളിൽ ഫോളോ ചെയ്താൻ പറ്റിയിരുന്നത്. ഇപ്പം കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ഒരേ സമയത്തിൽ 3 സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യാം. ബാർസ് ഒന്ന് ഫോളോ ചെയ്യാം, ഒമേഗയിൽ ഒന്ന് ഫോളോ ചെയ്യാം, തരംഗിൽ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ തന്നെ 1x 2x 3x എടുക്കാം. 3 എണ്ണത്തിനകത്തും ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നിങ്ങൾക്ക്, പക്ഷേ 3 സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫണ്ടിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. കമ്പനി തന്നെ ഇതിന്റെ ഒരു ഡാറ്റ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ ബ്ലോഗിൽ അത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫണ്ട് ഒരിക്കലും ലോസ് ആകാനല്ല കമ്പനി ആഗ്രഹിക്കുന്നത്. പല കമ്പനികളും നമ്മൾ കാണുന്ന എന്താണ്, കമ്പനിക്ക് നല്ലൊരു പ്രോഫിറ്റ് നേടുക എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ഇൻവെസ്റ്ററിന് എത്രമാത്രം പ്രോഫിറ്റ് ആണ് ഇവിടെ നേടാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ ഫണ്ടിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. ഒരു $1,000 ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബാർസിന്റെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, ഒമേഗയുടെ ഒന്ന് ഫോളോ ചെയ്യുക, തരംഗ് ഒന്ന് ഫോളോ ചെയ്യുക. അതായത് ഒരു 40%, 30% എന്ന കണക്കിൽ നമുക്ക് ഫണ്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് അങ്ങനെയും പ്രോഫിറ്റ് ഇവിടെ നേടാൻ പറ്റും. ടോപ്പ് ആൾഗോ കോമ്പോസ് ഫോർ മാക്സിമം റിട്ടേൺസ്. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, പ്രൂവൻ പെർഫോമൻസ് അക്രോസ് ഓൾ മോഡൽസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 5 മോഡൽസുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് പവർ മിക്സ്, അതായത് 2x മാത്രം ലീവറേജ് എടുക്കുന്നതാണിത്. ബാർസിൽ 40% ഇടുന്നു, ഒമേഗയിൽ 30% ഇടുന്നു, തരംഗിൽ 30% ഇടുന്നു. എല്ലാത്തിന്റെയും 2x ലിവറേജ് മാത്രം എടുക്കുന്നു. മിക്സ്ഡ് ലിവറേജ് പ്രോ എന്ന് പറയുന്നത് ഇവിടെ 40% ബാർസിൽ 3x എടുക്കുന്നു, ഇനി 30% ഫണ്ട് കൊണ്ട് ഒമേഗ 3x എടുക്കുന്നു, 30% ഫണ്ട് കൊണ്ട് തരംഗിന്റെ 2x എടുക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു മോഡൽ വേണേ എടുക്കാം. അല്ലെങ്കിൽ ടർബോ മിക്സ് 3x എന്ന് പറയുന്നത് എല്ലാ സ്ട്രാറ്റജികളിലെയും 3x ലിവറേജ് എടുക്കുന്നു. ബാർസിലെ ഒമേഗയിലെയും തരംഗിലെയും 3x ലിവറേജ് എടുത്ത് ചെയ്യുന്നതാണ് ടർബോ മിക്സ് 3x എന്ന് പറയുന്നത്. ഡൈനാമിക് മിക്സ് എന്ന് പറയുന്നത് ഇവിടെ ബാർസ് ആണെങ്കിൽ 2x എടുക്കുക, ഒമേഗ 3x എടുക്കുക, തരംഗിന്റെ 2x എടുക്കുക. അപ്പൊ ഇതിന്റെ ഫണ്ട് എങ്ങനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണ് പച്ചക്കളർ കൊടുത്തിട്ടുള്ളത്. ഇനി സ്ട്രാറ്റജിക് മിക്സ് എന്ന് പറയുന്നത് ബാർസിന്റെ 3x എടുക്കുക, ഒമേഗയുടെ 2x എടുക്കുക, തരംഗിന്റെ 2x എടുക്കുക. അങ്ങനെ നമുക്ക് 3 സ്ട്രാറ്റജികൾ ഒരേ സമയം ഫോളോ ചെയ്യുന്ന രീതിയിൽ കമ്പനി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇവരുടെ ബാക്ക് ടെസ്റ്റ് നടത്തിയ ഡാറ്റയുടെ പ്രകാരം നമുക്ക് വേണ്ടി ഒരുക്കി നൽകിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. പവർ മിക്സ് 2x പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോക്കുക. 2020 എല്ലാ ക്വാർട്ടറുകളിലും പ്രോഫിറ്റ് ആണ്, 21 എല്ലാ ക്വാർട്ടറുകളിലും പ്രോഫിറ്റ് ആണ്, 22 പ്രോഫിറ്റ് ആണ്, 23 എല്ലാ ക്വാർട്ടറും പ്രോഫിറ്റ് ആണ്, 24 ഇപ്പൊ 4ാമത്തെ ക്വാർട്ടർ ഇപ്പൊ റണ്ണിംഗ് ആണ്. ഇതും പ്രോഫിറ്റ് ആയിട്ട് തന്നെയാണ്, കാരണം കഴിഞ്ഞ ട്രേഡൊക്കെ വളരെ വലിയ ലാഭമാണ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത ടർബോ മിക്സ് 3x, ഇതിന്റെ എല്ലാത്തിന്റെയും 3x ലിവറേജ് ആണ് എടുക്കുന്നത്. ഇവിടെ എല്ലാ ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ്. അതായത് കമ്പനി നമുക്ക് വേണ്ടി ഇത്തരം സ്ട്രാറ്റജികൾ മിക്സ് ചെയ്ത് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് 3 സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇനി മിക്സ്ഡ് ലിവറേജ് പ്രോ എന്ന് പറയുന്നതിനകത്തും എല്ലാ ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡൈനാമിക് മിക്സിലാണെങ്കിലും 2023 തേർഡ് ക്വാർട്ടറിൽ മാത്രം ചെറിയൊരു ലോസ് മാത്രമാണ്, ബാക്കി എല്ലാ പ്രോഫിറ്റിലാണ് എല്ലാ ക്വാർട്ടറുകളും ക്ലോസ് ചെയ്തത്. ഇനി സ്ട്രാറ്റജിക് മിക്സിലാണെങ്കിൽ പോലും നോക്കുക, എല്ലാ ട്രേഡുകളും ഇവിടെ പ്രോഫിറ്റ് ആണ്. കമ്പനി അതാണ് ഈ മോഡൽസുകളെ കമ്പൈൻ ചെയ്ത് നമുക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കി തന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫൗണ്ടിങ് ടീം 100% ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ടീമാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ പ്രൊഫൈലൊക്കെ നമുക്ക് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രൊഫൈലുകളും കാണാൻ പറ്റും. ഇതിന്റെ കോ ഫൗണ്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആയുഷ് കേഥൻ ആണ്. അതുപോലെ തന്നെ കരൺ ശർമ്മ കോ ഫൗണ്ടർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. നവീൻ അഗർവാൾ ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ്. ഹർഷ് ബദൂരിയ അദ്ദേഹമാണ് ഹെഡ് ഓഫ് ട്രേഡിംഗ് ഡെസ്ക്. അതുപോലെ രാഹുൽ ഭാട്ടിയ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറാണ്. അഭിഷേക് തിവാരി ഹെഡ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സ്ട്രാറ്റജി. ഇവരൊക്കെ ലൈവായിട്ട് നമുക്ക് സൂമിൽ വരാറുണ്ട്. അപ്പോൾ 100% ജെന്യൂൻ ടീമാണിത്. ഇത് നമുക്കൊരു തേർഡ് പാർട്ടി, ഇവർക്ക് ഫണ്ട് കൊടുക്കല്ല, നമ്മുടെ വാലറ്റിന് ഫണ്ട് കീപ്പ് ചെയ്ത ഇവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ബോട്ടുകളെ, അല്ലെങ്കിൽ ഇവര് ഇതിനെക്കുറിച്ച് പഠിച്ച് പ്രൂവൻ ചെയ്തിട്ടുള്ള ബോട്ടുകളെ നമ്മുടെ ബൈനാൻസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്നു. ആസ്ക് യുവേഴ്സെൽഫ് എന്നതിനകത്ത് നമ്മൾ പഠിക്കുക,
നമ്മളൊരു ലോങ് ടൈം സസ്റ്റൈനബിൾ ബിസിനസ് ആണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി സ്യൂട്ടബിൾ ആണ്. നിങ്ങൾക്ക് ലയബിലിറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി സ്യൂട്ടബിൾ ആണ്. നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അങ്ങനെയൊന്നും കൊടുക്കാതെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ ഫണ്ട് കീപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്തവര് നമുക്ക് ഫ്രീക്വന്റ്ലി ആയിട്ട് കമ്പനികൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു കമ്പനിയെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി ലൈഫ് ടൈം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. പല കമ്പനിയുടെ ഒരു ഇത്ര പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കമ്പനിയിൽ നിന്ന് റിട്ടയർമെന്റ് നടത്താം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ റിട്ടയർമെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇല്ല. അപ്പൊ നമുക്ക് ഒരേ ഒരു കമ്പനിയിൽ തന്നെ ലൈഫ് ലോങ് നമുക്ക് ഇതുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ഇവിടെ ഇതിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഫണ്ടിൽ നിന്നല്ല ഇവരെടുത്ത് ചെയ്യുന്നത്. നമ്മൾ ഇവരുടെ ബോട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ $150 മാത്രമാണ് 1 ഇയറിലേക്കുള്ള ബോട്ടിന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. 1 ഇയർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിന്റെ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാനുള്ള നോട്ടീസ് വരും. ആ സമയം നമുക്ക് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ എന്തൊക്കെയാണ് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നത്? ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ജനറേഷൻ ഇൻകം ഉണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം, റാങ്ക് ആൻഡ് റിവാർഡ് ഇൻകം, റോയൽറ്റി ഇൻകം, കമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഇൻകം. ഇനി ഡയറക്റ്റ് ഇൻകം എന്താണ്? നിങ്ങളൊരു ബോട്ട് പർച്ചേസ് ചെയ്തു, നിങ്ങൾ ഇവിടെ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഇത് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആള് നിങ്ങളുടെ ത്രൂവിൽ ഒരു ബോട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമ്മീഷനായിട്ട് $30 കമ്പനി തരും. അതായത് ഫസ്റ്റ് റെഫറലിലാണിത്. ജനറേഷൻ ഇൻകം എന്താണ്? ഇൻക്രീസ് യുവർ ഇൻകം ലൈക്ക് പ്രോ. നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തി ഈ ഒരു ബോട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $30 ലഭിക്കും. ഇനി അടുത്ത റാങ്കാണ് സഫയർ എന്ന റാങ്ക്. സഫയർ എന്ന റാങ്കിൽ ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. 2 ഡയറക്റ്റ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ടീമിൽ ടോട്ടൽ 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ $40 ആണ് ഇവിടെ കമ്മീഷൻ കിട്ടുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എത്ര സെയിൽസ് നടത്തിയാലും $40 വീതം കിട്ടും. നിങ്ങളുടെ താഴെ ഒരു വ്യക്തിയാണ് ഇവരെ റെഫർ ചെയ്തത്. അപ്പോൾ അവർക്ക് 30 കിട്ടും. അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള $10 നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ റൂബിയാണ്. റൂബിയിൽ 4 ഡയറക്റ്റ് മെമ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ടീമിൽ 75 മെമ്പേഴ്സ് ഉണ്ടായി. 2 സഫയർ നിങ്ങളുടെ ടീമിൽ ഡിഫറൻറ്റ് ലെഗിൽ ഉണ്ടായിരിക്കണം എങ്കിൽ നിങ്ങൾ പിന്നീട് നടത്തുന്ന ഓരോ ഡയറക്റ്റ് റെഫറിലും $45 വീതം കിട്ടും. ഇനി നിങ്ങളുടെ താഴെയുള്ള സഫയറുകാരാണ് ഈ ബോട്ട് വിൽക്കുന്നതെങ്കിൽ അവർക്ക് 40 5 നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ താഴെയുള്ള ജാഡെ എന്ന ബേസിക് റാങ്കിലുള്ളവരാണ് വിൽക്കുന്നതെങ്കിൽ അവർക്ക് 30 15 ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഓരോരോ റാങ്കുകൾ മുമ്പോട്ട് പോകുമ്പോഴും $80 വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബോട്ട് സെയിൽസ് നടത്തുന്നതിലൂടെ ഡയറക്റ്റ് കമ്മീഷനായിട്ടും അല്ല നിങ്ങളുടെ ടീമിൽ ആരെങ്കിലുമാണ് സെയിൽസ് നടത്തുന്നതെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം എന്താണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ഇൻകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ഒരു ഫീസ് നമ്മൾ ഇന്ന് ഈടാക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 30% ആണ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ബൈനാൻസിൽ നിന്ന് അവർ പിടിക്കത്തില്ല. അതിനുവേണ്ടി കമ്പനിയുടെ വാലറ്റിൽ, അതായത് 100ന്റെ വാലറ്റിൽ നമ്മൾ നേരത്തെ ഫ്യൂവൽ മണിയായിട്ട് ഫണ്ട് ആഡ് ചെയ്ത് വെക്കണം. അതിൽ നിന്ന് അവർ 30% വീതം അവർ ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഓരോ ട്രേഡിംഗ് പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ ലോസ് ആണെങ്കിൽ അവർ പിടിക്കത്തില്ല. അതുപോലെ നമുക്ക് ഡെൽറ്റ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ 30% പിടിക്കുന്നതിൻ്റെയും നേരെ 50%, അതായത് $30, എക്സാമ്പിൾ പറയാം, ഒരു $30 അവർ പിടിക്കുന്നുണ്ടെങ്കിൽ $15 കമ്പനി എടുക്കുന്നുണ്ട്. $15 20 ലെവലുകളിലേക്കാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലെവലിൽ 20%, സെക്കൻഡിൽ 10%, 7%, 7%, 6%, 2% വീതം 6 മുതൽ 15 ലെവൽ വരെ 2%, അതിനുശേഷമുള്ള 16 തൊട്ട് 20 വരെ 6% വീതം. അങ്ങനെ ഈ കമ്പനി നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് 30% കൊടുക്കുന്നതിന്റെ നേരെ പകുതി 20 ലെവലുകളിലുള്ളവർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോലും വലിയ ഇൻകം ഇവിടെ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ട്രേഡിംഗ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ PDF നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി റിവാർഡ്സുകൾ എന്തൊക്കെയാണ്? ഇത് സഫയർ എന്ന റാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി നമുക്ക് $300 നമുക്ക് തരുന്നുണ്ട്. അത് ഓൺ ദി സ്പോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 2 ഡയറക്റ്റ് റെഫറലുണ്ടായി 20 പേരുടെ ടീം ഉണ്ടായിരിക്കണം. 25% ബിസിനസ് ഫ്രം ദ വീക്കർ ലെഗിൽ നിന്ന് 25% ബിസിനസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഒരു ചെറിയൊരു കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത്. അടുത്ത റാങ്ക് എന്താണ്? റൂബി എന്ന റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ $850 കമ്പനി നമുക്ക് ഓൺ ദി സ്പോട്ട് പ്രൊവൈഡ് ചെയ്യും. ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇൻസ്റ്റന്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണിത്. 4 ഡയറക്റ്റ് റെഫറൽ ഉണ്ടായിരിക്കണം. 75 പേരുടെ ടീം ഉണ്ടായിരിക്കും. 2 സഫയർ
വേറെ റാങ്ക് ഉണ്ടായിരിക്കണം ഡിഫറെന്റ് ലെഗുകളിൽ. ഇനി അടുത്ത റാങ്ക് ആണ് ടോപ്പാസ് എന്ന റാങ്ക്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്ക് 6 ഡയറക്ട് റെഫർ ഉണ്ടായിരിക്കും. ടോട്ടൽ ടീം 30 പേരുടെ ഉണ്ടായിരിക്കണം. ഇവിടെ $3000 ആണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആപ്പിൾ എക്കോ സിസ്റ്റം, ഐഫോൺ ലഭിക്കും, മാക്ബുക്ക് പ്ലസ് ഐവാച്ച്, എയർപോഡ് ഇതെല്ലാം കൂടെ ചേർന്നുള്ള പാക്കേജ് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് $3000 കമ്പനി തരും. 25% ബിസിനസ് ഫ്രം വീക്കർ ലെഗ് ഉണ്ടായിരിക്കണം എന്നൊരു ചെറിയൊരു കണ്ടീഷൻ മാത്രമേ ഇവിടെയുള്ളൂ. ഇനി അടുത്ത റാങ്കാണ് എമറാൾഡ്. എമറാൾഡ് എന്ന റാങ്ക് $9000 ആണ് നമുക്ക് തരുന്നത്. 8 ഡയറക്ട് റെഫറിലും 1000 പേരുടെ ടീമും 2 ടോപ്പാസ് ഡിഫറെന്റ് ലെഗിൽ ഉണ്ടായിരിക്കണം. അടുത്ത റാങ്കാണ് ഡയമണ്ട് റാങ്ക്. ഡയമണ്ടിലെ $25,000 ആണ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഒരു ജീപ്പ് കമ്പാസ്. ഇവിടെ 10 ഡയറക്ടർ മെമ്പേഴ്സും ടോട്ടൽ 3000 പേരുടെ ടീമുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 100% ജെന്യൂൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ROI പ്ലാനുകൾ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, ഡെയിലി ROI കിട്ടുന്ന പ്ലാനുകളിലൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നാളെ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളോട് അവിടെ വന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ കമ്പനിക്ക് നമ്മൾ പൈസ കൊടുക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ ഫണ്ടിട്ട് ട്രേഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് 100% ഇതിനെ വിശ്വസിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ റെഫർ ചെയ്യാൻ പറ്റും. ഇതിന് റെഫറൽ പ്രോഗ്രാമിലും വലിയ വലിയ വരുമാനമാണ് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് റാങ്ക് ആണ് ഗ്രീൻ ഡയമണ്ട് എന്ന് പറയുന്നത്. ഗ്രീൻ ഡയമണ്ടിന് 12 ഡയറക്ട് റെഫറിലും ടോട്ടൽ 10,000 ടീമിന്റെ മെമ്പറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡയമണ്ട് 2 വ്യക്തികൾ ഡയമണ്ട് ആയിട്ടുള്ളവർ നിങ്ങളുടെ ഡിഫറെന്റ് ലെഗിലും ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഫ്യൂച്ചറിൽ ഓട്ടോമാറ്റിക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ $85,000 ആണ് നമുക്ക് ലഭിക്കുന്നത്. ചിന്തിച്ച് നോക്കുക, വളരെ വലിയ ലാഭമാണ് ഇന്ന് നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് 100% വിശ്വസിച്ച് മറ്റുള്ളവരുടെ ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ ഒരു പ്രോഗ്രാമിൽ. അടുത്തതാണ് ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്നത്. $1,60,000 ആണ് റിവാർഡ് ലഭിക്കുന്നത്. ഇവിടെ കണ്ടീഷൻ എത്രയാണ്? ഡയറക്റ്റ് ആയിട്ട് 13 മെമ്പേഴ്സ് ഉണ്ടാകണമെന്ന് മാത്രമാണ്. ടീമിൽ 25,000 മെമ്പേഴ്സ് ഉണ്ടാവണം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ പഠിക്കുക. വളരെ വലിയ റിവാർഡ് പ്രോഗ്രാമാണല്ലേ. ഇനി ബ്ലാക്ക് ഡയമണ്ട് $3,20,000 അല്ലെങ്കിൽ ദുബായിൽ ഒരു വില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് വർക്ക് ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം ഇതൊരു ഫേക്ക് കമ്പനിയല്ല, ഒരു ROI പ്ലാൻ നടത്തുന്ന അല്ലെ നാളെ കളിപ്പിച്ചു പോകുന്ന ഒരു കമ്പനിയല്ല. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങളുടെ ഫണ്ട് എടുത്തല്ല ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. കമ്പനിക്ക് ലഭിക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ഇതൊക്കെ അവർ നമുക്ക് തരുന്നത്. ഇനി ഇവിടെ കണ്ടീഷൻ 14 ഡയറക്ട് റെഫറൽ ഉണ്ടായിരിക്കണം. ടീമിൽ 50,000 പേരുടെ ടീം, 2 ബ്ലൂ ഡയമണ്ട് ഡിഫറെന്റ് ലെഗിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങളെപ്പോലുള്ള ഓരോ നെറ്റ്വർക്കേഴ്സിനും 100% വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഇനി അടുത്തതാണ് ക്രൗൺ ഡയമണ്ട് എന്ന് പറയുന്നത്. റിവാർഡ് ഇവിടെ $6,50,000 ആണ്. 15 ഡയറക്ട് റെഫറിലും 1,00,000 ആളുകളുടെ ടീം ഉണ്ടെങ്കിൽ. ഇപ്പൊ കമ്പനി തുടങ്ങിയതേ ഉള്ളൂ. ഇനിഷ്യൽ സ്റ്റേജിലാണിത്. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെറും 4 മാസമേ ആയിട്ടുള്ള പബ്ലിക്കിലേക്ക് വന്നിട്ട്. ഇതിന്റെ പ്രീ ലോഞ്ച് പോലും 2025 ഏപ്രിൽ മാസത്തിലാണ് പ്രീ ലോഞ്ച് പ്രോഗ്രാം നടക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് പോലും 2025 ജൂൺ മാസത്തിലാണ്. ആ സമയത്ത് ഇവരുടെ ദുബായിലുള്ള ഫിസിക്കൽ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യാൻ നിരവധി ആളുകളെ കൊണ്ടുവന്നുണ്ട്. ഇനി റോയൽറ്റി ഇൻകം. റോയൽറ്റി എന്ന് പറയുന്നത് ഗ്രീൻ ഡയമണ്ട് മുതൽ മുകളിലോട്ടുള്ളവർക്കാണ്. ഗ്രീൻ ഡയമണ്ട് എത്തിയിട്ടുള്ളവർക്ക് 4% പ്രോഫിറ്റ്. ബ്ലൂ ഡയമണ്ടിൽ 3%, ബ്ലാക്ക് ഡയമണ്ടിൽ 2%, ക്രൗൺ ഡയമണ്ടിൽ എത്തിയവർക്ക് 1%. ഇതെങ്ങനെയാണ്? അച്ചീവേഴ്സ് ഓഫ് റാങ്ക് 7 to 10 റിസീവ് റോയൽറ്റി ഇൻകം ഫ്രം 100 ട്രഷറി എവറി ക്വാർട്ടർ. ഓരോ ക്വാർട്ടറുകളിലും കമ്പനിയുടെ പ്രോഫിറ്റ് ലഭിക്കുന്ന നിശ്ചിത ശതമാനം അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഫിറ്റ് എടുത്ത് ഈ റാങ്കിൽ എത്തിയിട്ടുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. ഇനി പവർ ഓഫ് കോമ്പൗണ്ടിങ്. ലോക മഹാത്ഭുതങ്ങളിൽ 8ാമത്തെയാണ് കോമ്പൗണ്ടിങ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു $1,000 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മിനിമം ഡാറ്റയാണ് ഈ പറയുന്നത്. നിങ്ങൾ ഒരു $1,000 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു പൈസ പോലും വിഡ്രോ ചെയ്യുന്നില്ല. ഫുള്ളി നിങ്ങൾ ബോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ബിസിനസ്സിനെ വിടുന്നു. നിങ്ങൾക്ക് മാനുവലി ഒരു കാര്യം പിന്നീട് ചെയ്യേണ്ട. നിങ്ങൾ ഫ്യൂവൽ മണി പ്രോഫിറ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ $1,000 $3,138 എത്താൻ ചാൻസസ് ആണ്. ഇതിന്റെ ബാക്ക് ടെസ്റ്റിന്റെ ഡാറ്റ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 2 വർഷം കൊണ്ടാണെങ്കിൽ $9,849 ആകാൻ ചാൻസസ് ആണ് പറയുന്നത്. അതര പെർസെന്റേജ് ഇവിടെ ബാക്ക് ടെസ്റ്റിലെ ഡാറ്റ പ്രകാരം ഇത്ര കിട്ടും. 3 വർഷം കൊണ്ടാണെങ്കിൽ $30,192 ആകാം. ഇത് വെറും $1,000 3 വർഷം കൊണ്ട് എത്രമാത്രമാണ് മൾട്ടിപ്ലൈ ആകുന്നത്. ഇനി 5 വർഷത്തെ ഡാറ്റ നോക്കുക. $3,04,481 എത്താൻ ചാൻസസ് ആണ്. നിങ്ങളൊരു 5 വർഷം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ ഒരു പൈസ പോലും എടുക്കുന്നില്ല. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ 5 വർഷം അല്ലെ 10 വർഷം അല്ലെ 20 വർഷത്തേക്കൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു $1,000 ഒരു പാക്കേജ് എടുത്ത് ഈ ഒരു ബോട്ടിനെ കണക്ട് ചെയ്ത് ബോട്ട് ഓരോ വർഷത്തിൽ റിന്യൂ ചെയ്യുക. ഫ്യൂവൽ മണി നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ
നിങ്ങൾക്ക് ഒരു 5 വർഷം കൊണ്ട് $1000, ഇത് വല്ല 1 ലക്ഷം രൂപ താഴെ മാത്രമാണ്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് $3 ലക്ഷം, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കോടി രൂപ. 3 കോടി രൂപ, ഇപ്പോഴത്തെ 1 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് 3 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. ഒരു ബിസിനസ്സിലും കിട്ടാത്ത ലാഭം. വൈ ചൂസ് അൺട്രേഡ്? അൺട്രേഡ് എന്നത് 100% സെക്യൂർഡ് കസ്റ്റഡി ഓഫ് യുവർ ഫണ്ട് വിത്ത് ഇൻഡസ്ട്രി ഗ്രേഡ് സെക്യൂരിറ്റി. അതുപോലെ തന്നെ ഫണ്ട് റിമെയിൻ വിത്ത് യു, നമ്മുടെ കയ്യിൽ തന്നെയാണ് ഫണ്ട്. 24/7 സപ്പോർട്ടാണ്. അൺട്രേഡ് ഈസ് എ ടെക്നോളജി ബേസ്ഡ് കമ്പനി, നോട്ട് ഫ്രം എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി അല്ല. ഇനി ട്രേഡിംഗ് BTC മാത്രമാണ് 1x 2x 3x ലീവറേജ് ഉണ്ട്. റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം ടു ലിമിറ്റ് ഡ്രോ ഡൗൺ. അതായത് ഇതിന്റെ ഡ്രോ ഡൗൺസിനെയൊക്കെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഇവരെ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോ ഫിക്സ്ഡ് ROI ഓർ ഗ്യാരണ്ടി, റിയൽ ട്രേഡിംഗ് ആണ്. ഇവിടെ ഒരു ROI പ്ലാൻ അല്ല. ഇവിടുത്തെ ROIക്ക് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ റിയൽ ട്രേഡിംഗ് നടന്നതിന് ശേഷം മാത്രമാണ് ഇതിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നത്. പക്ഷേ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി അംബാസഡർ ക്രൈറ്റീരിയ എന്താണ്? അംബാസഡർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് റാങ്ക് എത്തിയിരിക്കണം. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള എമൗണ്ട് 25,000 എങ്കിലും ഉണ്ടായിരിക്കണം. ടീമിന്റെ $5 ലക്ഷത്തിന്റെ ബിസിനസ് ഉണ്ടായിരിക്കണം. ഡ്യൂപ്ലിക്കേഷൻ നമ്പർ ഓഫ് ലീഡേഴ്സ് ആൻഡ് ടീം ഡെവലപ്ഡ്. മെയിൻറ്റെയിൻ ദ ഇന്റഗ്രിറ്റി ആൻഡ് വാല്യൂ ഓഫ് ബ്രാൻഡ്. ബി എക്സ്ക്ലൂസീവ് ടു അൺട്രേഡ് ഓൺലി. ടേംസ് ഓഫ് എഗ്രിമെന്റ്, ഇതിന്റെ കമ്പനിയുടെ എഗ്രിമെന്റ്സിൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അൺട്രേഡ് ഇന്ത്യ ടൂർ, ഗോവയിൽ നടന്ന മീറ്റിംഗിനെ കുറിച്ചും ഡൽഹിയിൽ നടന്ന, ബോംബെയിൽ നടന്നത്, വഡോദരയിൽ, അഹമ്മദാബാദ്, സൂററ്റ്, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, ലുധിയാന, ഇൻഡോർ, കർണാൽ, ഗാസിയാബാദ്, കൊൽക്കത്ത, ഇവിടെ ഒക്കെ നടന്നതിനെ കുറിച്ചുള്ള ഡാറ്റ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനിയും വരുന്ന സമയങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മണി എക്സ്പോ മുംബൈ 2024 അവരുടെ മണി എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ ഡാറ്റ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഫിൻബ്രിഡ്ജ് എക്സ്പോ അഹമ്മദാബാദിൽ നടന്ന 2024 നടന്ന ഡാറ്റയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി മൾട്ടിപ്ലൈ യുവർ മണി ഓൺ ഓട്ടോമേഷൻ, കണക്ട് വിത്ത് അസ്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കയറി പോകാം. കമ്പനിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബൈയിലെ ഓഫീസിന്റെ അഡ്രസ്, ദുബൈ സിലിക്കോൺ ഒയാസിസ്, ദുബൈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുണ്ട് എങ്കിലും A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇതിന്റെ റൂബി റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കേരളത്തിലെ 1ാമത്തെ റൂബി റാങ്കാണ് ഞാൻ. എൻ്റെ ടീമിൽ വേറൊരു വ്യക്തിയുടെ ഇതിനകത്ത് റൂബി റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. മുമ്പോട്ടുള്ള സമയങ്ങളിൽ കമ്പനി ഒരു ഓഫർ തന്നിട്ടുണ്ട്. 2025 ജനുവരി 30 മുമ്പായിട്ട് റൂബി അച്ചീവ് ചെയ്യുന്നവർക്ക് തായ്ലാൻഡിലേക്ക് ഫ്രീ ട്രിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ടോപ്പാസ് റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും കൂടെ നിങ്ങൾക്ക് ഒരാളെ കൂടെ വീണ്ടും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ മുമ്പോട്ടുള്ള ഡാറ്റയൊക്കെ വേറെയാണ്. കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. എങ്കിൽ പോലും നിങ്ങൾ 2025 ജനുവരി 30 മുമ്പായിട്ട് റൂബി അച്ചീവ് ചെയ്താൽ തായ്ലാൻഡിലേക്ക് പോകാൻ പറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല. കമ്പനി വളരെ വലിയ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് തരുന്നുണ്ട്. പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ ലഭിക്കും. ഫൈനാൻഷ്യൽ ഫ്രീഡം ആകാൻ നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ കൂട്ടർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.